ഈസ് വെൽത്ത്. അതെ, ആരോഗ്യം തന്നെയാണ് സമ്പത്ത്. മണ്ണിലിറങ്ങി പണിയെടുത്താൽ രണ്ടുണ്ട് കാര്യം. ശരീരത്തിന് നല്ലൊരു വ്യായാമവും കിട്ടും, വയറിന് നല്ല രുചിയുള്ള ജൈവ ഭക്ഷണവും കിട്ടും. അങ്ങനെ മണ്ണിലിറങ്ങി പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പച്ചക്കറികൾ വിളവെടുക്കുന്ന സന്തോഷത്തിലാണ് അലവിയും ഭാര്യ നസീമയും. 25 വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിലെത്തിയ അലവി ഭാര്യയെയും മക്കളെയും കൂട്ടി വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെണ്ട, പച്ചമുളക്, തക്കാളി എന്നിങ്ങനെ വിവിധ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. വാർഡിൽ എല്ലാ വീട്ടിലും പച്ചക്കറി എന്ന വീട്ടുപച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൃഷി. യാതൊരു തരത്തിലുള്ള രാസവളങ്ങളും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ രാവിലെ ഏത് ജോലിക്ക് പോകുന്ന ആളുകൾക്കും രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ നമ്മളിതിന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്ത്, എനിക്ക് ആദ്യമൊക്കെ കൈകാല വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെ ഒരു അസുഖമില്ല, ഒരു ഗുളിക ഞാൻ കഴിക്കാറുമില്ല. ഒരു നല്ലൊരു വ്യായാമത്തിൻ്റെ നല്ലൊരു പ്രവർത്തനം കൂടിയാണ് നമുക്ക് ഈ കൃഷി മേഖല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അത് നമ്മുടെ കൃഷി ഓഫീസർ പോയിട്ട് എന്നോട് നമ്മുടെ കൗൺസിലർ ഹുസൈനാജി അവിടെ വിത്തും അതുപോലെ തന്നെ തക്കാളിൻ്റെയും മുളകിൻ്റെ ഒക്കെ തൈകളുണ്ട്, അതൊക്കെ വാങ്ങിക്കൊണ്ടിരണം, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾക്ക് കൊടുത്തു. കുറച്ച് ഞാനും എടുത്തിട്ട് അങ്ങനെ ഇവിടെ നട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് വളരെ സംതൃപ്തി തോന്നി. കാരണം ആദ്യമായിട്ട് എനിക്കിതിനെപ്പറ്റി എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വാപ്പ കർഷകനായിരുന്നു, അത് കണ്ടിട്ടുള്ളൊരു പരിചയത്തിലാണ് ഞാനത് ചെയ്യുന്നത്. അത്രയും കാലമായിട്ട് ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് പൊതുവെ ഗൾഫുകാർക്കൊക്കെ പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്, പല ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ പച്ചക്കറിൻ്റെ പ്രത്യേകത, ഞാൻ ഇതിന് മരുന്ന് എന്ന സംഭവം തൊട്ടിട്ടില്ല, മരുന്നടിച്ചിട്ടില്ല. എന്നാലും ഒരു പുള്ളി കുത്തുകളോ ഒരു ജന്തു ശല്യങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ ഒന്നുമില്ലാതെ നല്ല സംരക്ഷണമായിട്ട് നമുക്കിത് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വിളവെടുപ്പ് നടന്നിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നേരം വൈകും എത്താൻ. അപ്പോൾ വൈകുന്നേരം നനക്കാനൊക്കെ എൻ്റെ ഭാര്യ മക്കളാണ് ഇതിന് സജീവമായിട്ട് മുന്നോട്ടിറങ്ങി. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം അവർ തന്നെ നനക്കുന്നത്. എൻ്റെ ഭാര്യ നസീമയും അതുപോലെ തന്നെ മക്കളായ ഷൈഫയും ഷൈമയും ഇതിൽ പങ്കാളികളാണ്. ഞങ്ങള് ആദ്യം ഇവരിവിടെ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ടെറസിൽ കൃഷി ചെയ്യലുണ്ടായിരുന്നു. ചട്ടിയിലാക്കിയിട്ട് തക്കാളി, പച്ചമുളക് അത് മാത്രമേ വെക്കുള്ളായിരുന്നു. അത് 2 വെക്കാറുണ്ടായിരുന്നു. പിന്നെ പറമ്പിൽ കൃഷി ആദ്യമായിട്ടാണ് കൃഷി ചെയ്തത്, ഇതിന് മുന്നേ ചെയ്തിട്ടില്ല. വിളവെടുപ്പ് ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NK ഖൈറുന്നീസ നിർവഹിച്ചു. പുല്ലൂർ പുലരി എന്ന പേരിലുള്ള വീട്ടുപച്ച ഈ വാർഡില് ഹൈബ്രിഡ് പച്ചക്കറി, ഹൈബ്രിഡ് വിത്ത് തയ്യാറാക്കിയാണ്ടാണ് ഈ പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇന്നതിന്റെ വിളവെടുപ്പ് ദിവസമായിരുന്നു. വിഷരഹിത പച്ചക്കറി നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾക്കും നമ്മുടെ വാർഡിലും എല്ലാം ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ കൊണ്ടുള്ള ഉദ്ദേശം. ഇവിടെ നല്ല രീതിയിൽ വിഷരഹിതമായിട്ടുള്ള ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. വാർഡിൽ 3 വർഷം മുമ്പാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ആലോചിച്ചത്. വീട്ടുപച്ച എന്നുള്ള പേരിൽ എല്ലാ വീടുകളിലും സമഗ്ര പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക, സമഗ്ര വാർഡ് തല പച്ചക്കറി തോട്ടം എന്നാണ് ഞങ്ങളെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് നാട്ടുകാരൊക്കെ സഹകരിച്ച്, പ്രത്യേകിച്ചും വീട്ടമ്മമാർ നല്ല സഹകരണമുണ്ട്. ഇതുപോലുള്ള കുറേ തോട്ടങ്ങളുണ്ട്, ചെറിയ 2-3 വീടുകൾ കൂടിയ തോട്ടങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറക്ക്, അതിനാണ് നമ്മൾ കുട്ടികളെ വിളിച്ചത്. അംഗനവാടി കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. പുതിയ തലമുറക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതുപോലെ തന്നെ വാർഡിൽ 100% വീടുകളിലും എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കൗൺസിലർമാരായ ഹുസൈൻ മേച്ചേരി, രാജൻ, കൃഷി ഫീൽഡ് ഓഫീസർ ബിന്ധ്യ എസ് എന്നിവരും നാട്ടുകാരും വിളവെടുപ്പിൽ പങ്കാളികളായി. ഓൺലൈൻ ഡെസ്ക്, മഞ്ചേരി ഓൺലൈൻ. Poppies, the way we love, the way we care.